Hi friends, welcome to Master Class by Competitive Exam Express. അപ്പോൾ നമ്മൾ മറ്റൊരു വിജ്ഞാപനം കൂടി വരാൻ വേണ്ടി പോകുന്നുണ്ട്. വിജ്ഞാപനം ഒട്ടനവധി വരുന്നുണ്ട്. 45 തസ്തികകളിലേക്ക് വിജ്ഞാപനം വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. തിരുവിതാംകൂർ LDC അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറാണ്. അതിന്റെ വിജ്ഞാപനമാണ് നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ സ്ട്രോങ് റൂം ഗാർഡ്, പ്യൂൺ ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ വിജ്ഞാപനത്തെ കുറിച്ച് നമുക്കറിയാം. ഉടൻ തന്നെ ഉണ്ടാകും, ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാവുന്നത്. അതുപോലെ കഴിഞ്ഞ പരീക്ഷയിലെ കട്ട് ഓഫ് എത്രയായിരുന്നു, എത്ര പേർക്കാണ് നിലവിൽ നിയമനം ലഭിച്ചത്, നിലവിൽ എത്ര ഒഴിവുകളുണ്ട്, കഴിഞ്ഞ പരീക്ഷ എന്നായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ LDC അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ വിജ്ഞാപനം ഉടൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും ആരംഭിച്ചോളൂ. കൃത്യമായ തയ്യാറെടുപ്പോടെ നമുക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളെ സഹായിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി നമ്മൾ കൂടെയുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. കഴിഞ്ഞ ഒരു വിജ്ഞാപനം നോക്കിക്കൊണ്ടാണ്, അതായത് 08/2022 വിജ്ഞാപനമാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. അന്നത്തെ കാറ്റഗറി നമ്പറാണ് 08/2022. തസ്തികയുടെ പേര് LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്നായിരുന്നു. ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അന്നത്തെ സാലറി 19,000 മുതൽ 43,600 വരെ. അന്നത്തെ യോഗ്യത നിങ്ങൾ കാണുക, SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനുശേഷം ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരികയും അടുത്ത പരീക്ഷകൾക്ക്, അതായത് നമ്മുടെ LDC അടക്കമുള്ള പരീക്ഷകളുടെ യോഗ്യത +2 ആക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷമാണ് ഇത് LDCക്കുള്ള യോഗ്യത +2 ആക്കി ഉയർത്തിയത്. ഇപ്പൊ എല്ലാത്തിനും +2 ആണ്. കൂടെ DCA എന്ന ഒരു നിബന്ധനയും അവർ വെച്ചിട്ടുണ്ട്. DCA കൂടെ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. DCA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അത് നമുക്ക് ഗുരുവായൂർ ദേവസ്വത്തിന് കഴിഞ്ഞ തവണയും DCA ഉണ്ടായിരുന്നില്ല, ഇത്തവണയും DCA ഉണ്ടായില്ല. കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രമായിരുന്നു. അതുപോലെ ഇത് കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രമാക്കി മാറ്റുമോ എന്നുള്ളതിൽ നമുക്ക് നിലവിൽ ഒരു അറിയിപ്പും അല്ലെങ്കിൽ ഒരു അറിവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ DCA വേണ്ടി വരും, ചിലപ്പോൾ DCA വേണ്ടി വരില്ല എന്ന ആ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമേ നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കൂ. അല്ലാതെ മറ്റൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. +2 ആയിരിക്കും എന്നതിൽ അത് ഉറപ്പാണ്. +2 തന്നെ ആയിരിക്കും ഇതിന്റെ യോഗ്യത. അന്ന് 150 ഒഴിവാണുണ്ടായത്. അന്ന് 50 ഒഴിവാണുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് 124 ഒഴിവുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് നിലവിൽ 124. അന്ന് 50 ഒഴിവാണ് ഉണ്ടായിരുന്നതെങ്കിലും 139ലേറെ നിയമനങ്ങൾ, ശുപാർശകൾ അവിടെ കൊടുത്തു. നിയമന ശുപാർശ അവിടെ കൊടുത്തു എന്ന് ആലോചിക്കുക. നിലവിൽ 124 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. അന്നത്തെ പ്രായപരിധി നോക്കുക, 18-36 ആണ്. 18-36. ഇത് 2022 മെയ് മാസത്തിലാണ് ഇതിന്റെ വിജ്ഞാപനം വരുന്നത്. 2022 മെയ് മാസത്തിലാണ് വിജ്ഞാപനം വരുന്നത്. അന്ന് നിങ്ങൾ നോക്കുക, 1/1/2004 2/1/1986 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിന്. അതായത് 36 വയസ്സ് നിങ്ങൾക്ക് പൂർത്തിയായില്ലെങ്കിൽ അല്ലെങ്കിൽ 37 ആയെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് 18 മുതൽ 36 വരെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നാക്ക സമുദായത്തിലുള്ളവർക്കും നിയമാനുസൃതമായ വയസ്സ് ഇളവുണ്ട് എന്നുകൂടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി പലരും ചോദിക്കും, എനിക്ക് എഴുതാൻ വേണ്ടി സാധിക്കുമോ? നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ഈ ഒരു വർഷം 36 കഴിയുമോ എന്നതാണ്. ഇത് ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് നോക്കേണ്ടത്. അതായത് നിങ്ങൾ നോക്കുമ്പോൾ മിക്കവാറും ഇത് 2023 വന്നതാണ്. അപ്പോൾ 2026 ജനുവരി 1 നിങ്ങൾക്ക് 36 വയസ്സ് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ മറ്റു പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ ആ നിയമാനുസൃതമായ വയസ്സിളവ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി ഇതിനും പരീക്ഷാ ഫീസ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടുണ്ടാകും. കാരണം പരീക്ഷാ ഫീസ് ഇല്ലാതെ ഒരു പരീക്ഷ ദേവസ്വം ബോർഡിനില്ല. ഓക്കെ, പരീക്ഷാ ഫീസ് ഉണ്ടാകും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് നോക്കാം. അടുത്ത നമ്മുടെ അന്നത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന സമയമാണ്. റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. 1/2023 റാങ്ക് ലിസ്റ്റ് വന്നത്. അതായത് 3/5/2023 മുതലായിരുന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 3/5/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. നമ്മൾ നോക്കുക, ഈ മെയ് 2022
മെയ് മാസമാണ് നമുക്ക് ഈ ഒരു വിജ്ഞാപനം വന്നത് നമ്മൾ പറഞ്ഞു. അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LDC അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ വിജ്ഞാപനം വന്നത് 2022 മെയ് മാസത്തിലാണ്. എന്നാൽ പരീക്ഷ നടന്നത് 18/9/2022 18/9/2022 പരീക്ഷ നടന്നത്. ഓക്കെ, അതിനുശേഷം 3/5/2023 ഇതിന്റെ ആ ഒരു എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നാൽ. എന്നാൽ ഇപ്പൊ അതിനുശേഷം നടന്ന പരീക്ഷകളൊക്കെ ഇത്രയധികം സമയമൊന്നും എടുക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് ഇവിടെ 5-ാം മാസം വിജ്ഞാപനം വന്നു, 4 മാസത്തോളം നമുക്ക് കിട്ടി. എന്നാൽ ഇപ്പോൾ അത് 2.5 മുതൽ ഒരു 3 മാസം വരെ മാത്രമായി ഒരു ചുരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 4 മാസം കിട്ടും. അത് കഴിഞ്ഞാൽ ഇത്രത്തോളം ഒന്നും നമുക്ക് എന്താണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. 2 അല്ലെങ്കിൽ 3 മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റും വരും. അതാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിൽ 132 പേരെയാണ് ഉൾപ്പെടുത്തിയത്. മെയിൻ ലിസ്റ്റിൽ 132 പേരെ ഉൾപ്പെടുത്തി. EWS 4 പേരെയും ഈഴവ വിഭാഗത്തിൽ 4 പേരെയും നമ്മുടെ ഹിന്ദു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ 19 പേർ, ഹിന്ദു ഷെഡ്യൂൾഡ് ട്രൈബ് 6 പേർ, OBCയിൽ 4 പേർ, വിശ്വകർമ്മ 5, ധീവര 3, പിന്നെ നമ്മുടെ ഹിന്ദു നാടാർ 1, നമ്മുടെ അതുപോലെ ഡിസബിലിറ്റീസിലേക്ക് നടക്കുമ്പോൾ LV 5ഉം HI 2ഉം LDCP 3, അതുപോലെ നമ്മുടെ ഓട്ടിസം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് 5 പേർ. അങ്ങനെ ഇത്രയും പേർക്കാണ് ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇത്രയും ആളുകളാണ് എന്ന് മനസ്സിലാക്കാം. മെയിൻ ലിസ്റ്റിൽ 132 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി നോക്കാം നമുക്ക്. അന്ന് പരീക്ഷ നടന്നത് നമ്മൾ പറഞ്ഞു എപ്പോഴാണ്, പിന്നെ ഒരു മിനിറ്റ്, പരീക്ഷ നടന്നത് 18/9/2022 പറഞ്ഞു. എന്നാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് കൂടി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വലിയ കാര്യമില്ല, ഓർക്കുക. അപ്പൊ അന്നത്തെ ആ ഒരു എന്താണ് 2/12/2022 ഇതിന്റെ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നത്. പ്രോബബിലിറ്റി ലിസ്റ്റ് വരുന്നത് 2/12/2022 അതായത് 9-ാം മാസം പരീക്ഷ കഴിഞ്ഞു, 12-ാം മാസം 2-ാം തീയതി പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നു. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 51 മാർക്കായിരുന്നു. 51 മാർക്കായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 51 മാർക്ക്. ഈ 51 മാർക്കോ അതിനു മുകളിലുള്ള 132 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ബാക്കിയുള്ളവർ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഇതായിരുന്നു അതിന്റെ കട്ട് ഓഫ്. 51 ആയിരുന്നു കട്ട് ഓഫ് എന്ന്. എന്നാൽ ഇപ്പൊ കട്ട് ഓഫ് ഒക്കെ കൂടുന്നുണ്ട് എന്ന വസ്തുത കൂടി നിങ്ങൾ നോക്കുക. അന്നൊക്കെ അപേക്ഷകർ വളരെ കുറവായിരുന്നു. ഇപ്പം ഗുരുവായൂരിന് പോലും 50,000-ന് മുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ എത്തിയിരിക്കുന്നു എന്ന വസ്തുത കൂടി നിങ്ങൾ ഇവിടെ നോക്കുക. ഇനി ഇതിന്റെ അഡ്വൈസ് നില നോക്കിയാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും 135, അതായത് 139 139 അല്ല 135 ടോട്ടൽ അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദായിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് റദ്ദായി എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം 132 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓപ്പൺ വിഭാഗത്തിൽ 132 പേർക്കും നിയമനം ലഭിച്ചതോടുകൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്താണ് റദ്ദായിരിക്കുന്നു. ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദായി. ഇവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ KDRB ഒഫീഷ്യലി തന്നെ അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദായി എന്ന്. അതുകൂടാതെ തന്നെ ഈ മാസം അവസാനത്തോടു കൂടി എന്താണ് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടല്ല 5 ദേവസ്വം ബോർഡുകളിലേക്കായി 45 തസ്തികകളിലേക്കാണ് പുതിയ വിജ്ഞാപനം വരുന്നത്. അപ്പൊ നോക്കുക, 135 ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ വിഭാഗത്തിൽ മെയിൻ ലിസ്റ്റിൽ എല്ലാവരും എടുത്തു. EWS സപ്ലിയിലുള്ള ഒരാൾക്ക് ജോലി കിട്ടി, ഈഴവ സപ്ലിയിലുള്ള ഒരാള്, SSC സപ്ലിയിലെ 11ാമത്തെ റാങ്കുകാരൻ, ST സപ്ലിയിലെ 3ാമത്തെ റാങ്കുകാരൻ, OBC സപ്ലിയിലെ 2ാമത്തെ റാങ്കുകാരൻ, വിശ്വകർമ്മ ഓപ്പൺ ടേൺ, ഹിന്ദു നാടാർ ഓപ്പൺ ടേൺ, ധീവര SL D1 എന്നിങ്ങനെ എല്ലാവർക്കും എന്താണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിച്ചിട്ടുണ്ട്. അതായത് ഇത്രയധികം പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ പേരും എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ലിസ്റ്റ് കാലഹരണപ്പെടും. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആ ലിസ്റ്റ് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പുതിയ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ ഒരു വിജ്ഞാപനം നമ്മൾ ഈ ഒരു ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ പിന്നെ വിജ്ഞാപനം വന്ന ജൂലൈ മാസം വരെ നമുക്ക് എന്താണ് ഇത് അപേക്ഷിക്കാനുള്ള അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നമുക്ക് പരീക്ഷ ഉറപ്പിക്കാം. ഒന്നുകിൽ ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം, ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ പരീക്ഷ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നല്ല തയ്യാറെടുപ്പെടുത്താൽ 124 ഒഴിവുകൾ നിലവിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
അപ്പോൾ ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നിങ്ങളെ ഇതിന്റെ റാങ്കിലേക്ക് നിങ്ങളെ എത്തിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു ജോലി എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കുകയും ചെയ്യാം. ശബരിമല ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടനവധി ക്ഷേത്രങ്ങൾ വരുന്ന ഒരു ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മികച്ച തയ്യാറെടുപ്പുകൾ, അതായത് സമയമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ സമയത്തിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമ്മൾ ജൂൺ അവസാനത്തോടു കൂടി ആരംഭിക്കുകയാണ്. ജൂൺ അവസാനത്തോടു കൂടി നമ്മൾ ഈ ഒരു തിരുവിതാംകൂർ LDCയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വരാൻ വേണ്ടി പോകുന്ന 45 തസ്തികകളിലേക്കുള്ള പരീക്ഷകൾക്കുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് കൂടെ നിൽക്കുക. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് തരും. നമ്മൾ ഇതൊരു ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യാനുള്ള രീതിയിലേക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് കൂടിയായിട്ടായിരിക്കാം ആ ഒരു ക്ലാസ്സിന്റെ അനൗൺസ്മെന്റ്. അതുകൊണ്ടാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഏറ്റവും പുതിയ വീഡിയോസിനും അതുപോലെ മറ്റ് ക്ലാസ്സുകൾക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.